എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രൂണോയിൽ റിക്വസ്റ്റ് വർക്ക് ഫ്ലോസ് bru.setNextRequest എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ബ്രൂണോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജേസൺ സെർവർ എന്ന കളക്ഷൻ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൺ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൺ കളക്ഷൻ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ ബൈ ഡീഫോൾട്ട് ബ്രൂണോ കളക്ഷനകത്ത് റിക്വസ്റ്റുകൾ ഏത് ഓർഡറിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഓർഡറിൽ തന്നെയായിരിക്കും റിക്വസ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് bru.setNextRequest എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. അത് നമുക്ക് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിലോ അതുപോലെ തന്നെ പോസ്റ്റ് റെസ്പോൺസ് സ്ക്രിപ്റ്റിലോ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് പോസ്റ്റ് എന്ന റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം അടുത്തതായിട്ട് ഇനി bru.setNextRequest എന്ന ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് ആയിരിക്കും ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഞാൻ ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യും. അതിനുശേഷം ഡിലീറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഓർഡർ ചേഞ്ച് ആണ് നിർത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ലൂപ്പിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വരെ നമുക്ക് റിക്വസ്റ്റ് ലൂപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആ ഒരു ഫംഗ്ഷനാലിറ്റി കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ കളക്ഷനകത്തെ റിക്വസ്റ്റുകളുടെ ഓർഡർ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ക്രിയേറ്റ് പോസ്റ്റ് എന്ന റിക്വസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്ക്രിപ്റ്റ് എന്ന സെക്ഷനകത്ത് പോസ്റ്റ് റെസ്പോൺസ് എന്ന സെക്ഷനകത്ത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. ഇവിടെ സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റിൻ്റെ അകത്ത് റിക്വസ്റ്റിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഏത് റിക്വസ്റ്റ് ആണോ ഈ പർട്ടിക്കുലർ റിക്വസ്റ്റിന് ശേഷം കോൾ ചെയ്യേണ്ട ആ റിക്വസ്റ്റിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് സെലക്ട് ചെയ്യുവാണ്. ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് എന്ന സെക്ഷനകത്ത് പോസ്റ്റ് റെസ്പോൺസിൻ്റെ അകത്ത് സെയിം ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റിക്വസ്റ്റിൻ്റെ പേര് ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്ക്രിപ്റ്റ് എന്ന ടാബിൽ വന്നിട്ട് പോസ്റ്റ് റെസ്പോൺസ് എന്ന സെക്ഷനകത്ത് സെയിം ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ തന്നെ വിളിക്കുന്നു. ഇവിടെ ഞാൻ ഡിലീറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് വിളിക്കുന്നു. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. ഇനി ഏറ്റവും അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഏറ്റവും അവസാനം കോൾ ചെയ്യപ്പെടുന്ന ആ റിക്വസ്റ്റിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എന്ന സെക്ഷനകത്ത് പോസ്റ്റ് റെസ്പോൺസ് എന്ന ആ സെക്ഷൻ്റെ അകത്ത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വിളിക്കണം. ഡിലീറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്ന റിക്വസ്റ്റിന് ശേഷം വേറെ റിക്വസ്റ്റ് നമ്മൾ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം റിക്വസ്റ്റ് നെയിമിൻ്റെ അവിടെ നമ്മൾ നള്ള് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ലൂപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നള്ളെന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ റണ്ണർ വെച്ച് റൺ ചെയ്തപ്പോൾ ആദ്യമേ ക്രിയേറ്റ് പോസ്റ്റ് റണ്ണായി. അതിനുശേഷം ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റാണ് റണ്ണായത്. അതിനുശേഷമാണ് അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്, ലാസ്റ്റ് ഡിലീറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്. ഈ ഒരു ഓർഡറിലായിരുന്നു റണ്ണായിക്കൊണ്ടിരുന്നത്. ഇനി റണ്ണാകുമ്പോൾ ആദ്യമേ ക്രിയേറ്റ് പോസ്റ്റ് റണ്ണാകും. അതിനുശേഷം അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് ആയിരിക്കും റണ്ണാകുന്നത്. അതിനുശേഷമായിരിക്കും ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്, ഏറ്റവും അവസാനം ഡിലീറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് എന്ന റിക്വസ്റ്റ് റണ്ണാകും. ഞാൻ ഇവിടെയുള്ള റൺ കളക്ഷൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഇത്തവണ റണ്ണായത് ഓർഡർ ആദ്യമേ ക്രിയേറ്റ് പോസ്റ്റ്, അതിനുശേഷം അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്, അതിനുശേഷമാണ് ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് റണ്ണായിരിക്കുന്നത്. ഏറ്റവും അവസാനം ഡിലീറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡറും ഇവിടെ വന്നിരിക്കുന്ന ഓർഡറും ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ bru.setNextRequest എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് എന്ന ടാബിൽ പോസ്റ്റ് റെസ്പോൺസ് എന്ന സെക്ഷനകത്ത് നമ്മൾ റിക്വസ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് ഈ സീക്വൻസിൽ
എക്സിക്യൂട്ട് ആയത്. അപ്പം bru.setNextRequest എന്ന ഫംഗ്ഷൻ്റെ യൂസ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.